അസ്ലമോയമാണ് OMB യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു കണ്ണൂർക്കാരൻ എന്ന രീതിയിൽ കണ്ണൂർ ജില്ലയിൽ എന്തൊക്കെയാണ് മൺസൂൺ യാത്രകളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. കണ്ണൂർ ജില്ലയിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാലും അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും. ഞാൻ ഈ എപ്പിസോഡിൽ മെയിനായിട്ടൊരു 5 സ്ഥലമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഈ 3 സ്ഥലം വേണമെങ്കിൽ അല്ലെങ്കിൽ 2 സ്ഥലം വേണമെങ്കിൽ നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. കണ്ണൂർ ജില്ലയിൽ നിന്ന് കുടിയാൻമലയിലേക്ക് നമുക്ക് ബസ് കിട്ടും. അവിടുന്ന് പൊട്ടംപ്ലാവ് എത്തിക്കഴിഞ്ഞാൽ ഏരക്കുണ്ട് എന്ന് പറയുന്ന സുന്ദരമായ വാട്ടർഫാൾ ഉണ്ട്. സുന്ദരമാണെന്ന് നമ്മൾ വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. ഒരുപാട് കുണ്ടുകളുള്ള സുന്ദരമായ വാട്ടർഫാൾ. നമ്മൾ കണ്ണൂർക്കാരൻ എന്ന രീതിയിൽ ഏറ്റവും എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ വാട്ടർഫാളിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് എണ്ണം പറഞ്ഞ് രേഖപ്പെടുത്താൻ പറ്റുന്ന സുന്ദരമായ വാട്ടർഫാളാണ് ഏരക്കുണ്ട്. അവിടത്തേക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ച് നമുക്ക് അവിടെ എത്താൻ പറ്റും. പിന്നെ കുടിയാൻമല 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നേരെ പൈതൽമലയാണ്. പൈതൽമല നമുക്കറിയാം സുന്ദരമായ ട്രക്കിംഗ് ആണ്. ഏകദേശം 2 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം 4 കിലോമീറ്ററാണ് ട്രക്കിംഗ്. കാട്ടിനുള്ളിൽ കയറി പോയി കുറച്ചും കൂടി എത്തിക്കഴിഞ്ഞാൽ പുൽമേടുകളാണ്. ആ പുൽമേടുകൾ അവസാനിച്ചൊരു വ്യൂ പോയിൻറ്റും മറ്റുമൊക്കെ കണ്ട് തിരിച്ചു വരുന്ന മനോഹരമായ ട്രക്കിംഗ് നമ്മൾ നടത്തി നേരെ വൈകുന്നേരം പോയിട്ട് ഏരെക്കൊണ്ട് വാട്ടർഫാൾ കുടിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റും. ഇനി കുടിയാൻമലയിൽ നിന്ന് നേരെ പാലക്കയം തട്ടിലേക്ക് പോയി ആ തട്ടിലിരുന്ന് കൊണ്ട് നമുക്ക് സൂര്യാസ്തമയം കാണാൻ പറ്റും. മനോഹരമായ എക്സ്പീരിയൻസ് ആണെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഈ സ്ട്രെച്ചിൽ നമുക്ക് കുടിയാൻമലയിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്തിട്ട് കാഞ്ഞിരക്കൊല്ലി പോകാൻ പറ്റും. ഇനി നമ്മളിത് പോകുന്നില്ല, കണ്ണൂരിൽ നിന്ന് നേരെ ശ്രീകണ്ഠാപുരം അല്ലെങ്കിൽ പയ്യാവൂർ വന്ന് നേരെ കാഞ്ഞിരക്കൊല്ലിയിലേക്ക് പോകാൻ പറ്റും. കാഞ്ഞിരക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലം, അവിടത്തേക്ക് പോകുന്ന വഴി നമുക്ക് ചിലപ്പോൾ ഇടുക്കിയിലെ ചില സ്ഥലങ്ങളും മലയോര മേഖലകളൊക്കെ നമ്മൾ ഓർമ്മ വരും. അങ്ങനെയുള്ള നാരോ റൂട്ടും കുന്നും മലയും താണ്ടി വേണം നമ്മൾ കാഞ്ഞിരക്കൊല്ലി എത്താൻ വേണ്ടി. കാഞ്ഞിരക്കൊല്ലി എത്തിക്കഴിഞ്ഞാൽ അവിടെ അളകാപുരി വാട്ടർഫാൾ ഉണ്ട്. ആ കാഴ്ച നമുക്ക് വിസ്മയിപ്പിക്കുന്നതാണെന്നതിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെ ശശിപ്പാറ വ്യൂ പോയിൻ്റ്, അവിടെയും പോയി നമുക്ക് അടിപൊളി വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇനി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും സുന്ദരമായ മറ്റൊരിടമാണ് മാടായിപ്പാറ. ഒരുപാട് സസ്യ അതുപോലെ തന്നെ പക്ഷി വൈവിധ്യങ്ങളൊക്കെ നിറഞ്ഞ ഒരുപാട് പ്രത്യേകതകളുള്ള വിശാലമായി പരന്നു കിടക്കുന്ന മനോഹരമായ സ്ഥലം മാടായിപ്പാറ. മാടായിപ്പാറയിലേക്ക് നമുക്ക് പായങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ടും വരാൻ പറ്റും, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാൻ പറ്റും. പുറത്തുനിന്നുള്ള ആളുകൾക്ക് പായങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് 3 കിലോമീറ്റർ ഓട്ടോ മറ്റോ ഒക്കെ പിടിച്ച് മാടായിപ്പാറ എത്താൻ പറ്റും. മാടായിപ്പാറയിൽ വൈകുന്നേരം ഇരിക്കുന്നത് പോലും സുന്ദരമാണ്. രാവിലത്തെ കാഴ്ച അതിനേക്കാൾ സുന്ദരമാണ്. പച്ചപ്പുള്ള സമയത്ത്, പ്രത്യേകിച്ചിട്ട് ഏത് സമയങ്ങളിലൊക്കെയാണ് നമ്മൾ മാടായിപ്പാറ പോകേണ്ടത്, അല്ലെങ്കിൽ മൺസൂൺ യാത്രകൾക്ക് വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പോകേണ്ടതെന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ചൊരു പാലക്കയം തട്ട്, പൈതൽമല, കാഞ്ഞിരക്കൊല്ലി ഈ ഭാഗങ്ങളൊക്കെ അടിപൊളി റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് മറ്റുള്ള സ്ഥലത്ത് നിന്ന് വരുന്നവർക്ക് താമസിച്ച് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹോളിസ്റ്റിക് റിസോർട്ട് എന്ന് പറഞ്ഞ പൈതൽമല റിസോർട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ താമസിച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ പ്രകൃതിയുടെ സുന്ദരമായ നിമിഷങ്ങൾ അലിഞ്ഞു ചേർന്നുകൊണ്ട് മഴക്കാലം ആസ്വദിക്കാൻ പറ്റും. ബെസ്റ്റ് ടൈം വിസിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ മുതൽ ഒക്ടോബർ വരെയാണ്. ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടുള്ള വെഹിക്കിൾ എടുത്ത് വരാൻ പറ്റും. അക്കോമഡേഷൻ ഞാൻ നേരത്തെ പറഞ്ഞുള്ള പ്രീമിയം അതുപോലെ തന്നെ ബഡ്ജറ്റ് സ്റ്റേ ഇഷ്ടം പോലെയുണ്ട്. ലീച്ച് അട്ടകൾ അത്യാവശ്യം മഴക്കാലത്ത് എല്ലാ സ്ഥലത്തും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയുണ്ട്. നമ്മൾ കവേർഡ് ആയിട്ടുള്ള സോക്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സാനിറ്റൈസർ സാൾട്ടൊക്കെ കൊണ്ടുവരിക. ഒരിക്കലും അട്ട കളിച്ച് കഴിഞ്ഞാൽ അത് പറിച്ചെടുക്കാതിരിക്കുക. എന്നിട്ട് സാനിറ്റൈസർ അല്ലെങ്കിൽ ഉപ്പ് വിതിരി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ കാലിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നോ നമ്മുടെ സ്കിന്നിൽ നിന്നോ അതിങ്ങനെ വെഴുതി പോകുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അട്ട ചികിത്സ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അട്ട കടിക്കുന്നു ചോദിച്ചാൽ നമ്മളൊരു പാനിക്കാണ്ട ആവശ്യമില്ല. എൻ്റെ കാലിലൊക്കെ ഇഷ്ടം പോലെ കടിച്ചിട്ടുണ്ട്. ഞാൻ എൻട്രി ടൈം ഞാൻ എവിടെ ചെയ്തിട്ടുണ്ട്. പൈതൽമല 9 മണി മുതൽ 3 മണി വരെയാണ്. 60 രൂപയാണ് വരുന്നത്. പാലക്കയം തട്ട് 50 രൂപയാണ്. അതുപോലെ തന്നെ ഏരക്കുണ്ട് വാട്ടർഫാൾ 9 AM to 6 PM 100 റുപ്പീസാണ്. കാഞ്ഞിരക്കൊല്ലി 9 AM to 5 PM 50 റുപ്പീസാണ്. OMB യൂട്യൂബ് ചാനൽ നമുക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ണൂർ ജില്ലയിലെ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വിളിച്ച് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ കാണേണ്ട മനോഹരമായ പ്രദേശത്തെക്കുറിച്ചും അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ. അസ്സലാമു അലൈക്കും.